പാർട്ടികൾ വർഗീയ പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഘട്ടത്തിൽ മതേതര നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചതെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് സംഘടിപ്പിച്ച മുസ്ലിം ലീഗ് ലീഡേഴ്സ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഏറ്റവും വലിയ വർഗീയത പറയുന്നവരെയാണ് തെരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെ ഇറക്കിയത്. എന്നാൽ ജനം ഇത് തള്ളിക്കളഞ്ഞതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇതിന്റെ വലിയ ഉദാഹരണമാണ് തവനൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ ബഹുജനം അർപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത് ചെറുതല്ല, നമ്മളതിൽ അഭിമാനിക്കണം. ആ വിശ്വാസം എന്തിനുള്ള ഒരു സീലാണ്? അതാണ് ഏറ്റവും പ്രധാനം. ഒരു മതേതരത്വ നിലപാട് എടുത്തതിനുള്ള ഒരു സീലാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വർഷം എന്ന് പറയുന്നത് വർഗീയത പ്രചരിപ്പിച്ച അതിൻ്റെ അങ്ങേയറ്റത്തെ വിഷലിപ്തമായ പ്രചരണം നടന്ന ഒരു ഘട്ടമായിരുന്നു. ഇറക്കാവുന്നതിൽ വെച്ച് കൊടും വർഗീയത പറയുന്ന ആളുകളെ ഇറക്കി നമുക്കെതിരായി പച്ചവർഗീയത, കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന ജാതിയുള്ള വർഗീയത ഇവിടെ പറഞ്ഞു. പക്ഷേ ജനം അത് റിജക്റ്റ് ചെയ്തു. ഇവിടെ പുരസ്കാരം കൊടുക്കുന്നു. ജോയി ജയിച്ചത് തവനൂരിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ വർഗീയതയും ജാതീയതയും സ്വന്തം മതം നോക്കി വോട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് എങ്കിൽ പണ്ട് AK ആൻ്റണിയെ തിരുരങ്ങാടി മത്സരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയത കത്തുന്ന കാലത്തും ജോയിയെ തവനൂരിൽ നിന്ന് ജയിപ്പിക്കാനുള്ള മതേതരത്വമുള്ള പാർട്ടിയാണ് എന്നുള്ളത് ഈ യുഗത്തിലും തെളിയിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരായി സ്ഥാനമേറ്റ പി.കെ. കുഞ്ഞാലിക്കുട്ടി, P.K. ബഷീർ, അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ, K.M. ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് പരിപാടിയിൽ അധ്യക്ഷനായി. MP-മാരായ PV അബ്ദുൽ വഹാബ്, E.T. മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ് സമദാനി, MLA-മാരായ TV ഇബ്രാഹിം, TP അഷ്റഫ് അലി, അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള, മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കളായ P. ഉബൈദുള്ള, അഷ്റഫ് കോക്കൂർ, നൌഷാദ് മണ്ണിശ്ശേരി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.